ഹായ്, ഇന്നൊരു പുതിയ കണ്ടുപിടുത്തമായിട്ടോ വന്നേക്കണത്. ഈ ചെരുപ്പ് കണ്ടോ? വെള്ള ചെരുപ്പാണ്. ഇപ്പോൾ കളർ കണ്ടു കഴിഞ്ഞാൽ വെള്ളയാണോ ചുവപ്പയാണോ മഞ്ഞയാണോ എന്ന് മനസ്സിലാവുന്നില്ലല്ലേ? ചുവപ്പയോ? അങ്ങനെയല്ലല്ലോ, ചുവപ്പല്ലേ? എന്തോ അത് കളറ് നല്ല വൃത്തിക്കായിട്ടുണ്ട്, നല്ല വൃത്തികേടായിട്ടുണ്ട്, കരിമ്പനൊക്കെ അടിച്ച്. ഇത് നമുക്കൊന്ന് വെടിപ്പിച്ചെടുക്കാം. എൻ്റെ മാത്രം പരീക്ഷണമാണ്, ഞാൻ മുൻപ് ചെയ്ത് വിജയിച്ചതാണ്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചത്. കാരണം ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ചെരുപ്പ് രണ്ടും മുക്കി വയ്ക്കാൻ പാകത്തിന് ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം എടുക്കുക. നിറച്ചെടുക്കണ്ട കേട്ടോ, ചെരുപ്പ് മുക്കി വയ്ക്കുമ്പോൾ ബാക്കിയുള്ള വെള്ളം പുറത്തു പോകും. പിന്നെ അതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ്, ഇതെന്താ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണോ? അല്ല, നമ്മളിതിൽ ചേർക്കണത് 2-3 ടീസ്പൂൺ. അത് ചെരുപ്പിലെ ചെളി അനുസരിച്ചിട്ട് നമുക്കതിൽ വ്യത്യാസം വരുത്താം. നല്ല ചെളിയാണെങ്കിൽ ഒരു 3 ടീസ്പൂണെങ്കിലും. എന്താ വേണ്ടതെന്ന് പറഞ്ഞിട്ടല്ലേ? ഒന്നുമില്ല, നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ അതങ്ങോട്ട് എടുക്കുക. സ്പൂൺ അത്യാവശ്യം വലുപ്പമുള്ളതായിരിക്കണം കേട്ടോ. പിന്നെ വേണ്ടത് സോപ്പ് പൊടിയാണ്. അതും ഇതുപോലെ തന്നെ 2-3 ടീസ്പൂൺ. നമ്മുടെ ചെരുപ്പിലെ ചെളിയും കറയും അനുസരിച്ചാണ് നമ്മൾ ഇതിൽ വ്യത്യാസം വരുത്തുന്നത്. ഇപ്പോൾ ഞാനെടുത്ത ചെരുപ്പിൽ നല്ല ചെളിയുള്ളതുകൊണ്ട് ഞാൻ 3 ടീസ്പൂൺ വീതം രണ്ടും ഇടുന്നുണ്ട് കേട്ടോ. ഇത് രണ്ടും അങ്ങ് മിക്സ് ചെയ്യുക വെള്ളത്തിൽ, നന്നായിട്ട് അലിയണം. ബ്ലീച്ചിങ് പൗഡർ ചിലപ്പോൾ അലിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ഈ 2 ചെരുപ്പും നല്ലോണം മുക്കി വയ്ക്കുക. മുക്കി വയ്ക്കാന്ന് പറയുമ്പോൾ മുക്കി വെച്ചൊരു അരമണിക്കൂർ അങ്ങനെയല്ല കേട്ടോ. ഞാൻ രാവിലെ മുക്കി വെച്ചിട്ട് വൈകിട്ടാണ് അതിന് എടുക്കാറ്. അപ്പോഴാണ് ഈ മൊത്തം ചെളിയും അതുപോലെ അതിനകത്തുള്ള കരിമ്പെന്നല്ല പറയുക, നിങ്ങളവിടെ കറുത്ത കുത്തുകളില്ലേ, അതൊക്കെ പോകണം. ഞാനിത് മുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് പോയി ഒന്ന് പൊക്കി നോക്കിയായിരുന്നു കേട്ടോ, വെളുത്തോന്ന് അറിയണ്ടേ. അങ്ങനെ മുക്കി വെച്ച് ഏകദേശം വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ്, ഞാൻ രാവിലെ 10 മണിക്കാണ് ഇത് മുക്കി വെച്ചത്. വൈകിട്ട് 5 മണിയൊക്കെ ആയപ്പോൾ എടുത്തപ്പോൾ ഇപ്പം തന്നെ കണ്ടോ, നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട്, നല്ല വൈറ്റ് നിറയുണ്ട്. പുതിയത് മേടിച്ച അത്ര ഫ്രഷ്നെസ് ഇല്ലെങ്കിലും ഏകദേശം ഇനി പുറത്തേക്ക് ഇടാമെന്നുള്ളൊരു പാകത്തിലായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ക്രബ്ബർ ഉണ്ടല്ലോ, പഴയ സ്ക്രബ്ബർ ഉണ്ടാവില്ലേ, പാത്രമൊക്കെ കഴുകി നമ്മൾ ഉപേക്ഷിക്കാൻ വെച്ചിട്ടുള്ളത്, അത് ഒരെണ്ണം അങ്ങോട്ട് എടുക്കുക. നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. ഉരച്ചു കൊടുക്കുമ്പോൾ ഞാൻ ആ വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം അതിൽ സോപ്പ് പതയുണ്ട്, അപ്പോൾ നന്നായിട്ട് ചെടി പോകാൻ എളുപ്പം. അപ്പോൾ നന്നായിട്ട് ഉരച്ച്, ഉള്ളിലൊക്കെ ഇത്തിരി കൂടി ഉണ്ടായിരുന്നു, അതൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ഉരച്ച് കളഞ്ഞു. പിന്നെ നല്ലോണം 2-3 പ്രാവശ്യം പച്ചവെള്ളത്തിൽ കഴുകി എടുത്തിട്ട്, കാരണം നമ്മളിതിൽ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിരുന്നത്. ഇങ്ങനെ ഫിനിഷിങ് ആക്കി കഴുകി ഉണക്കി കൊണ്ടുകൊടുത്തിട്ട് എൻ്റെ കെട്ടുവാനോട് ചോദിച്ചൊരു ചോദ്യം, ഇതിട്ടാൽ ചൊറിയുമോ? ബ്ലീച്ചിങ് പൗഡറിൽ ഇത്ര നേരം മുക്കി വെച്ചതല്ലേ, അപ്പോൾ ഇതിട്ടാൽ ചൊറിയുമോ എന്നുള്ളത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യനോ സംശയമോ വേണ്ട, നല്ലോണം പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇത് ഞാൻ നന്നായി പരീക്ഷയാണ്. ഇത് ഒരു ചെരുപ്പിലല്ല, 2-3 ചെരുപ്പിൽ ഞാനിത് പരീക്ഷിച്ചൊരു ഐഡിയ ആണ്. പക്ഷേ എനിക്കിതിൻ്റെ മോണോപോളി ഏറ്റെടുക്കാം. കാരണം ഇതുവരെ ഇങ്ങനൊരു ഇൻഗ്രീഡിയൻ്റ് ആരും തന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇത്ര എഫക്റ്റായിട്ട് ഇതുപോലെ ചെരുപ്പ് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ ഞാനും കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ വെളുത്ത ചെരുപ്പ് വാങ്ങി കുറച്ച് ദിവസം യൂസ് ചെയ്യാതെ വെച്ച് ഇങ്ങനെ അഴുക്ക് പിടിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കളയാനൊന്നും നിൽക്കണ്ട. 1-2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, കുറച്ചൊന്നും മെനക്കെടണമെന്നേ ഉള്ളൂ. നമുക്കിത് പുതിയ പോലെ ഫ്രഷാക്കി എടുക്കാം, ഇനി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, മാറ്റം വരും, ഉറപ്പാണ്, എൻ്റെ വാക്കാണ്. ഞാനിത് പരീക്ഷിച്ച് റിസൾട്ട് കണ്ട സംഭവം ഉണ്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, മുൻപുണ്ടായിരുന്ന ചെരുപ്പും ഇപ്പോൾ കഴുകിയതിന് ശേഷം ഉണ്ടായിരുന്ന ചെരുപ്പ് എത്രത്തോണ്ട് വ്യത്യാസം ഉണ്ടെന്നത്. അപ്പോൾ എല്ലാവരും പഴയ ചെരുപ്പുകൾ ഉപേക്ഷിക്കാതിരിക്കുക. അപ്പോൾ ഉടനെ തന്നെ പുതിയൊരു പരീക്ഷണമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ.